നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ എത്രത്തോളം ഉണ്ട്, അത് എവിടെയാണ്, അത് മാറ്റാറായോ, എപ്പോഴാണ് മാറ്റേണ്ടത്, അത് മാറ്റണമെങ്കിൽ എന്ത് സ്റ്റാൻഡേർഡാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ കാറിനും ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽസ് ഉണ്ടാവും. ബേസിക്കലി ഹൈഡ്രോളിക് ആയിട്ടുള്ള ബ്രേക്സ് ആണെങ്കിൽ യൂസ് ചെയ്യണമെങ്കിലും ഡിസ്ക് ബ്രേക്ക് ആണെങ്കിലും മെക്കാനിക്കൽ പാർട്സ് വർക്ക് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഡെമോ വെഹിക്കിൾ വാഗ്നറാണ്. മാരുതിയുടെ ജനറലി എല്ലാ വെഹിക്കിൾസിലും ഏകദേശം ഒരേ ഫോർമാറ്റ് ആയിരിക്കും ഇവർ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കത് നോക്കാം. ഇതിന് വീഡിയോൻ്റെ എൻഡിൽ ഞാൻ പറയുന്നതായിരിക്കും അത് എപ്പോഴാണ് ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ മാറ്റേണ്ടത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോയുടെ എൻഡിൽ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് വാഗ്നർ 2008 മോഡലാണ്. ബേസിക്കലി പുതിയ വെഹിക്കിൾസ് ഏതായാലും മാരുതി സുസുക്കിയുടെ ഏതാണെങ്കിലും ഏത് വെഹിക്കിൾ, ആൾട്ടോ, സ്വിഫ്റ്റ്, സെലീര്, ഇതിലാണെങ്കിലും സെയിം പ്രിൻസിപ്പിൾ ആയിരിക്കും, സെയിം മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് ബ്രേക്ക് ഫ്ലൂയിഡ് ഹോൾഡർ. ഇതിൽ എഴുതിയിട്ടുണ്ട്, വാർണിംഗ്, യൂസ് ഓൺലി ഡോവ് 3 ബ്രേക്ക് ഫ്ലൂയിഡ് ഫ്രം എ സീൽഡ് കണ്ടെയ്നർ, ക്ലീൻ ഫിൽറ്റർ ക്യാപ്പ് ബിഫോർ റിമൂവിങ് ഓക്കെ എന്നുള്ളത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ടിപ്സ് അവർ പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടത്. ഓക്കെ, ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇത് ചെയ്യുക, ടോപ്പ് ചെയ്യുന്നതിന് മുമ്പോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, എപ്പോഴാണ് ടോപ്പ് ചെയ്യേണ്ടത്, ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, ഹിയർ വി ഗോ. ഓക്കെ, ഇതിൽ ഈ ഒരു ലൈന് മാക്സ് എന്ന് എഴുതിയിട്ടുണ്ട്, മാക്സിമം വാല്യൂ ഇതാ. ഈ ലൈനിലൂടെ ഇവിടെ മിനിമം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ എപ്പോഴും മാക്സിൻ്റെയും മിനിമത്തിൻ്റെയും ഇടയിലാണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, ക്ലീൻ ചെയ്ത് നോക്കാം. മാക്സിൻ്റെ മുകളിൽ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് ഡയറക്റ്റ്ലി ഒന്നിനും എഫക്റ്റ് ചെയ്യുന്നില്ല, എൻജിന് ലോഡ് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഒരു മാക്സിമം വാല്യൂവിൻ്റെ ജസ്റ്റ് മുകളിൽ നിൽപ്പുണ്ട്. ഇതാണ് എനിക്ക് എൻ്റെ ഉള്ളതിൽ മാർക്ക്. ഞാൻ റീസെൻ്റ്ലി സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ ഒരു ടോപ്പ് ചെയ്ത് തന്നതാണ്. ഓക്കെ, ഇത് മിനിമം വാല്യൂ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ രണ്ട് വാല്യൂവിൻ്റെ ഇടയിലായിരിക്കണം എപ്പോഴും എൻജിൻ ഓയിൽ. ഇത് കുറവാണെങ്കിൽ നിങ്ങൾ റെക്കമെൻഡഡ് ആയിട്ടുള്ള എൻജിൻ ഓയിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ, കൺഫ്യൂഷൻ ആക്കിയാൽ ക്ഷമിക്കണം, ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ യൂസ് ചെയ്യുക, ടോപ്പപ്പ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ റുട്ടീനായിട്ട് ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. ഒരു ലോങ് ട്രിപ്പിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, സിമ്പിളാണ് കാര്യങ്ങൾ. ഇത് ഓപ്പൺ ചെയ്ത ഇത്രേ ഉള്ളൂ. ഓപ്പൺ ചെയ്യാൻ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇതൊന്നുമില്ല, പുഷ് ലോക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സ്ട്രൈറ്റ് ഫോർവേഡാണ്, നിങ്ങളൊക്കെ തന്നെ നോക്കി ചെയ്യാം. നിങ്ങൾ കണ്ടു കാണും ഇപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് കണ്ടു. ഇതിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. മാക്സിമം വാല്യൂ, മാക്സിമം ലെവൽ, മിനിമം ലെവൽ, ഇതിൻ്റെ ഇടയിൽ നമ്മൾ അപ്പോഴത് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് ടോപ്പ് അപ്പ് ചെയ്യേണ്ടത്. കമ്പനി പറയുന്നത് ഇൻ ജനറൽ മാരുതി സുസുക്കിയിലല്ല, 20,000 കിലോമീറ്റർ ഓടിയതിനു ശേഷമാണ് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ മാറ്റേണ്ടി വരിക പൊതുവെ. ചിലവർ പറയും 2-3 ഇയേഴ്സിൽ എന്തായാലും മാറ്റേണ്ടി വരും. ഓരോ ആൾക്കാരുടെ എന്താ പറയുക, കമ്മ്യൂട്ട് പർപ്പസ്, അല്ലെങ്കിൽ ഒരു കൊല്ലം എത്ര കാർ ഓടുന്നുണ്ട് എന്നുള്ളതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇൻ ജനറലി നമ്മൾ 20,000 കിലോമീറ്ററിൽ മാറ്റാനാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുക. സോ നല്ലൊരു കണ്ടീഷൻസിലാണ് ഇരിക്കുന്നത്. മോയ്സ്ചർ ഒന്നും അകത്ത് കയറില്ല, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനും അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു 2-3 ഇയേഴ്സിന് ഇടയിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ മാറ്റുന്നത് നല്ലതായിരിക്കും. സോ മാരുതിയുടെ റെക്കമെൻഡേഷൻ പറഞ്ഞ പോലെ 20,000 കിലോമീറ്റർ ആണ്. മേ ബി എന്താ പറയുക, ഷെവ്ലെറ്റോ വേറെ ചിലവർ ഷെവ്ലെറ്റ് അല്ലെങ്കിൽ വേറെ വെൻഡേഴ്സ് 45,000 കിലോമീറ്റേഴ്സ് പറയുന്നുണ്ട്. സോ ഇന്ത്യൻ കണ്ടീഷൻസിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ചേഞ്ച് ദ ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ അറൗണ്ട് 20K, 20,000 കിലോമീറ്റേഴ്സിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ മാറ്റുന്നത് നന്നായിരിക്കും. ഇതിന് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ളത് ഡോട്ട് 3 അല്ലെങ്കിൽ ഡോട്ട് 4 സ്റ്റാൻഡേർഡിലുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽസ് ആണ്. അത്ര വിലയാവുന്നൊരു സംഭവമല്ല. ഇതിൽ പെർ ലിറ്റർ 100 രൂപ അല്ലെങ്കിൽ ഹാഫ് ആൻ ലിറ്ററിന് 100 രൂപ റേഞ്ചിലുള്ളൂ. $100-200 കാര്യങ്ങൾ നടക്കും. സോ ഇത് മടി കൂടാതെ മാറ്റുന്ന സമയത്ത് മാറ്റുക. ടോപ്പ് അപ്പ് ചെയ്യണമെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യുക. സോ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സ്പാം
ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ യൂസ് ചെയ്യുന്ന സ്പാൻ ഇപ്പോൾ ലെസ് ദാൻ 2 years ആണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പപ്പ് ചെയ്യാം. 1 year ആയിട്ട് എന്തെങ്കിലും ടോപ്പപ്പ് ചെയ്യാം. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും. നിങ്ങൾ റോഡ് ഡ്രൈവിംഗ് കണ്ടീഷൻസ്, യുവർ ഡ്രൈവിംഗ് സ്കിൽസ്, പിന്നെ എന്താ പറയുക, എത്ര ഫ്രീക്വൻ്റ്ലി നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നു, റഫ് ബ്രേക്കിങ്സ്, ഓക്കെ, എല്ലാ ഫാക്ടേഴ്സും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മോർ ദാൻ 2 to 3 years കൂടുതൽ നിങ്ങളത് ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ റീറ്റെയിൻ ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം കയറും, വെള്ളമായിട്ട് മിക്സ്, എന്താ പറയുക, ഈർപ്പം ഈ ഫ്ലൂയിഡ് വലിച്ചെടുക്കാനും അതിൻ്റെ ക്വാളിറ്റി കുറയാനും നല്ല ചാൻസ് ഉണ്ട്. സോ ബ്രേക്ക് ഒരു ക്രിട്ടിക്കൽ കമ്പോണൻ്റ് ആണ് വണ്ടിയുടെ, എന്താ പറയുക. അപ്പോൾ അത് നമ്മളത് റിസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സോ റൈറ്റ് ടൈമിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ ടോപ്പപ്പ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ എപ്പോഴാണ് മാറ്റേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ലെവൽ ചെക്ക് ചെയ്യേണ്ടത്, എന്ത് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടു, അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് പഠിച്ചു. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിലോ ദയവായി കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് അത് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായിട്ടും പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പുതിയ റെക്കമെൻഡേഷൻ ഉണ്ട്, ഈ ചാനലിൽ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ അതിലൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. താങ്ക് യു.